ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ ഡൽഹി വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ ഒരുപാട് SL ടിപ്സും GL ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് ഏപ്രിൽ 20 കൃത്യം 7:30 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, അതായത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ തരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ചില മത്സരങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് SL GL ഒക്കെ ഇട്ട് ടീം ഇട്ട് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും എന്താ ഇപ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടാണ് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നല്. എനിക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ടീം ഇടുന്നുണ്ട് SL, നിങ്ങൾക്ക് ലെസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടില്ല. അത്യാവശ്യം എല്ലാം നല്ല പ്രോഫിറ്റിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. കാരണം അതിലാണ് നമ്മൾ ഫൈനൽ ടീംസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോൾ ഇതെടുത്തൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഈ പിച്ച് റിപ്പോർട്ട് നോക്കാം നമുക്ക് ആദ്യം തന്നെ. റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന 1-2 മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇവിടുത്തെ പിച്ച് റിപ്പോർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ടാറ്റ IPL ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് റീസെൻ്റ് നടന്ന കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഓൾ മാച്ചസിൽ പോവാം. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, നമ്മുടെ ഡൽഹി അതിനൊരു മത്സരം തീയായിരുന്നു. തീ എന്ന് പറഞ്ഞാലും വേറെ ലെവല് ബൗളിംഗ് ആയിരുന്നു. നമ്മുടെ ഏറ്റവും സൂപ്പർ ടീമായ ഗുജറാത്തിനെയൊക്കെ അടിച്ച് പരിപ്പിളക്കി എന്ന് പറഞ്ഞാലും പോരാ, അങ്ങേ അറ്റമായിരുന്നു. വിക്കറ്റ് ടേക്കിംഗ് ഒക്കെ പറഞ്ഞാൽ എല്ലാവരും, മുകേഷ് കുമാർ, ഇഷാന്ത് ശർമ്മ, ഖലീല്, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, ബോൾ ചെയ്യാത്തവനൊക്കെ വന്ന് ബോൾ ചെയ്തപ്പോൾ വിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നത് നമ്മളെ റീസെൻറ്റ് മത്സരം നോക്കാനാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് വേറെ രീതിക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എവിടെ വിശാഖപട്ടണം, ഇതല്ല ഇതന്നെയാണോ? ഡോക്ടർ അല്ല, അരുൺ ജെയ്റ്റ്ലി ആണല്ലോ. ഐ തിങ്ക് അരുൺ ജെയ്റ്റ്ലി കാണുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സീസണിൽ ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതിന് പകരം ഇവന്മാർ ഈ മറ്റേ ഡോക്ടർ രാജശേഖർ റെഡ്ഡി മറ്റേ വിശാഖപട്ടണത്തിലുള്ള വേറൊരു മാച്ച് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്ക് ടു പ്രിവ്യൂലോട്ട് തന്നെ വരാം. ഈ ഒരു അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ പോസിബിലിറ്റീസ്, അതായത് കൂടുതൽ വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നേഴ്സാണ് കൂടുതലും. അതുപോലെ തന്നെ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ബൗളിംഗ് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് സ്പിന്നേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഫാസ്റ്റ് ബൗളേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്പിന്നേഴ്സിനാണ്. പക്ഷേ റീസെൻറ്റ് നടന്ന IPL മത്സരങ്ങളൊക്കെ നമുക്ക് പ്രൂവ് ചെയ്ത് തരാം. അതായത് ഇപ്പോൾ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓവറിൽ ഇപ്പോൾ ഒരാൾ വന്ന് ബോൾ ചെയ്ത് 2-3 വിക്കറ്റ്സ് പോയിക്കാൻ, അപ്പോൾ ആ ഒരു ടീം ഡൗൺ ആവും. ആ ടീം ഡൗൺ ആവുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഡെത്ത് ഓവേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സാണല്ലോ വന്ന് എറിയുക. അപ്പോൾ അവർ വന്ന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിക്കറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് റീസെൻ്റ് ഒരു നടന്ന ഒരുപാട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോൾ അതുകൊണ്ടാണ് പേസ് ബോളേഴ്സിന് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പോസിബിലിറ്റീസും ഉണ്ട്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക. ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഈക്വൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന പോലെ ടീം ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ 2 ഫാസ്റ്റ് ബോളറിനെ എടുത്ത് ഒരു സ്പിന്നർ, ഒരു മെയിൻ സ്പിന്നറിനെ എടുക്കുക, ഒരു ഓൾറൗണ്ടർ സ്പിന്നറിനെ എടുക്കുക. അപ്പോൾ നമ്മുടെ ടീം ഏകദേശം ഈക്വൽ സ്ട്രെങ്ത് ആവും. അപ്പോൾ DC വേഴ്സസ് SR തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ ഏകദേശം 23 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 10 DC-യും 12 നമ്മുടെ SRH ആണ് വിൻ ചെയ്തത്. ലാസ്റ്റ് നടന്ന 5 മത്സരം എടുത്ത് നോക്കുമ്പോൾ ആ 5 DC ആണ് 3 വിൻ ചെയ്തത്, 1 SRH, 1 പിന്നെ ഈ മറ്റേ നോൺ റിസൾട്ട് ആയിരുന്നു. പിന്നെ അവിടുത്തെ താപനില എന്ന് പറയുന്നത് നമ്മുടെ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഡൽഹിയിലത്തെ താപനില. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, റെയിൻ പോസിബിലിറ്റീസ് ഒന്നുമില്ല. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 165 റൺസാണ് ആവറേജ് സ്കോർ. 165 റൺസാണ് പെർ മാച്ച് ആവറേജ് റൺസ് ആയിട്ട് ഇവിടെ വരാറുള്ളത്. ഫാസ്റ്റ് ബോളേഴ്സ് ഏകദേശം 598 വിക്കറ്റ്സും സ്പിന്നേഴ്സ് 291 വിക്കറ്റ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വിക്കറ്റ് ടേക്കിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 കിഡിലിന് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാന്റസി എന്ന് പറഞ്ഞാൽ കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്.
ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഡെയിലി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് കൂടാതെ നമ്മൾ ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഏകദേശം 39 രൂപയുടെ ഡിഫറൻസ് ആണ് നിങ്ങളെ ഡ്രീം ഇലവനും നമ്മുടെ ഈ ഒരു കുബേര ഫാന്റസി ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പ്ലെയേഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റ്, അതും എൻട്രി ഫീസ് കമ്മിയായിട്ടാണ് നമ്മുടെ കുബേര ഫാന്റസിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ KL രാഹുലിനെയാണ് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മുടെ ഓപ്പണന്റ് പിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ KL രാഹുലിനെക്കാളും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള മറ്റാരാണ്. അപ്പോൾ ഗെയ്ക്വാഡ് ആണെങ്കിൽ ഗെയ്ക്വാഡ്. അപ്പോൾ നിങ്ങൾ ഗെയ്ക്വാഡിനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണ് നമ്മുടെ കുബേര ഫാന്റസിയുടെ ഈ ഡ്യോ ഓപ്ഷൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ ഇലവൻ ആപ്ലിക്കേഷനിലും ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഈ മറ്റേ ഈ ഷോ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഫിറ്റും ലോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ ഈസി ആയിട്ട് വിന്നാം. അപ്പോൾ ഞാൻ ഒരു സെയിം ടീം തന്നെ നമ്മുടെ ഡ്രീം ഇലവനിലും ഇട്ടു, വിഷൻ ഇലവനിലും ഇട്ടു. കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഡ്രീം ഇലവനെക്കാട്ടിലും വിഷൻ 11 ആയിരിക്കും. കാരണം കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ളതും ഡ്രീം ഇലവനെക്കാട്ടിലും വിഷൻ 11 ആയിരിക്കും. ഇതിലും കുഴപ്പമില്ല, അത്യാവശ്യം വിന്നിംഗ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിഷൻ 11 ആയിരിക്കും കുറച്ചുകൂടെ വിന്നിംഗ് പോസിബിലിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ എൻട്രി ഫീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗീവ് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇന്നത്തെ ദിവസം 1 lakhനാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, 1 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഗീവ് കൊടുക്കുന്നത്. ഫസ്റ്റ് വന്നാൽ 10,000 രൂപ, 0, അതായത് 0 റുപ്പീസ് കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നാൽ 10,000 രൂപ, സെക്കൻഡ് 3000, 1000, 500, അങ്ങനെ പൈസ അങ്ങനെ വാരി എറിയാണ് ഇവർ. കണ്ടില്ലേ, ഒരുപാട് യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീം ഇട്ട് ഇപ്പോൾ നിങ്ങളൊന്നും ഒരൊറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് പ്ലെയേഴ്സിനെ ചുമ്മാ എടുത്തൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ നോക്കിയോ, ഇപ്പം 0 റുപ്പീസ് കണ്ട, അതാ ടു പേ 0 റുപ്പീസ്, അത്രേ ഉള്ളൂ. 0 റുപ്പീസ് ജോയിൻ ചെയ്തു, ഇത്രേ ഉള്ളൂ. നമുക്ക് 0 റുപ്പീസും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് 10,000 കിട്ടും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതിന് തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ചോയ്സ് ഇലവൻ ഇതുവരെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യണം. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഡെയിലി ഗീവ് അവേ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 10,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്ന യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എൻട്രി ഫീസും കുറവാണ്. സോ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്തതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് പ്രോബബിലി 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിലാണെങ്കിൽ പ്രത്യുഷു, അതുപോലെ തന്നെ ജെയ്ഗ് ഫ്രെൻസർ, MC ഗർക്ക്, അങ്ങനെ ഇരുന്നോട്ടെ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ ഷായ് ഹോപ്പ്, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, സുമിത് കുമാർ, കുൽദീപ് യാദവ്, ഇഷാന്ത് ശർമ്മ, മുകേഷ് കുമാർ, ഖലീൽ അഹമ്മദ്, ഇത്രയും പേരാണ് നമ്മുടെ ഡൽഹിയിലുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അഭിഷേക് പൗരൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദേ മാർക്കം, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, നിതീഷ് റെഡ്ഡി, അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസൻ, അതുപോലെ തന്നെ അബ്ദുൽ സമാദ്, അതുപോലെ തന്നെ ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, അതുപോലെ ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉത്തനക്കണ്ട്, ടി നട്രാജൻ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മായങ്ക് മാർക്കണ്ടെ വരാൻ ചാൻസ് ഉണ്ട് ട്രാവിസ് ഹെഡിന്റെ പ്ലേസിലോട്ട്. മെയിൻ ആയിട്ട് 2 ആളെ പിക്ക് ചെയ്യാൻ ആരൊക്കെ ചോദിച്ചാൽ ഋഷഭ് പന്തും ഹെൻറിസ് ക്ലേസനുമാണ്. തീർച്ചയായിട്ടും 2 ആളെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, ഹെൻറിസ് ക്ലേസൻ, അതുപോലെ തന്നെ നമ്മുടെ പാറ്റ് കുമിൻസ്, ഇവരെ 4 പ്ലെയേഴ്സിന് കീ പ്ലെയേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇതിൽ കുറച്ച് കീ നോട്ട്സ് നമ്മൾ പറയാനുണ്ട്. അതായത് ഇന്നത്തെ മത്സരത്തിൽ കുറച്ച് കീ പ്ലെയേഴ്സ് ആയിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല ഫോമിലുള്ള ആൾക്കാരൊക്കെയാണ് പറയാൻ പോകുന്നത്. DC പറ്റി പറയുന്ന സമയത്ത് അഗെയിൻസ്റ്റ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഡേവിഡ് വാർണറിന് ഇഞ്ചുറി ആയതുകൊണ്ട് നമ്മുടെ സുമിത് കുമാറായിരുന്നു ആ ഒരു മത്സരത്തിൽ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ ജെയ്ഗ് ഫ്രാൻസറാണ്. 22 വയസ്സായുള്ള ഓസ്ട്രേലിയൻ പ്ലെയറാണ്. കഴിഞ്ഞ മത്സരം 4 4ഉം 7 6 ഒക്കെയാണ് 2 ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണെങ്കിലും ഇപ്പോൾ വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം അഗെയിൻസ്റ്റ് GT ആയിട്ട് നല്ലൊരു ടീം പെർഫോമൻസും ആയിരുന്നു. അത്യാവശ്യം 2 ക്യാച്ചും കിട്ടി, അത്യാവശ്യം റൺസൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മസ്റ്റ് പിക്കായിരിക്കും. ഖലീൽ അഹമ്മദ് ലെഫ്റ്റ് ആം പേസ് ബോളറാണ്. എക്സലന്റ്. കഴിഞ്ഞ മത്സരത്തിൽ ഏകദേശം 1 വിക്കറ്റും 18 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. മെയ്ഡിൻ ഓവർ വരെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓവറിൽ. എഗെയിൻസ്റ്റ് നല്ല ഫോമാണ് കേട്ടോ ഗുജറാത്തുമായിട്ട് ആ ഒരു അഹമ്മദാബാദ് പിച്ചിൽ അദ്ദേഹം കളിച്ചത്. അതുപോലെ തന്നെ മുകേഷ് കുമാറാണ്, റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹം വൃദ്ധിമാൻ സഹ ലാസ്റ്റ് മാച്ച് 2 ഡിസ്മാൻഡിൽസ് ആണ് 18ാമത്തെ ഓവറിൽ അദ്ദേഹം നടത്തിയത്. നല്ല 3 വിക്കറ്റ്സ് ആണ് അഗെയിൻസ്റ്റ് ഗുജറാത്തുമായിട്ട് എടുത്തത്. നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹവും. അതുപോലെ തന്നെ നമ്മുടെ SRHലോട്ട് നോക്കിയാൽ പാറ്റ് കുമിൻസ്
ഈ പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ മത്സരം 100 ഒക്കെ അടിച്ച് ഇമാതിരി കളി അഗെയിൻസ്റ്റ് RCB ആയിട്ട് ഇത്ര സൂപ്പറായിട്ട് ബാറ്റിംഗ് ടോപ്പ് ഓർഡറിൽ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഒരു പുള്ളി തന്നെയാണ്. റീസെൻ്റ് ആയിട്ട് ഒരുപാട് മത്സരങ്ങൾ നല്ല പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസൻ പുള്ളിയെ പറ്റി പറയുമ്പോൾ ഒരു വിക്കറ്റ് കീപ്പറാണ്. കഴിഞ്ഞ മത്സരം 31 ബോൾ 67 റൺസാണ് കേട്ടോ ലാസ്റ്റ് ഗെയിം അദ്ദേഹം എടുത്തത്. അത്യാവശ്യം നല്ല ബാറ്റിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുമിൻസ് ആണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളറാണ്. അഗെയിൻസ്റ്റ് RCB ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഒരു ടീം ക്യാപ്റ്റൻസിയോടെയാണ് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മത്സരം ഉണ്ട്. അതുപോലെ തന്നെ ഭുവനേഷ് കുമാർ എക്സ്പീരിയൻസ് ബോളറാണ്. കാരണം ഒരുപാട് മത്സരങ്ങൾ വിക്കറ്റ്ലെസ് ആയിട്ട് കളിക്കുന്നത്. ബട്ട് ഈ ഒരു മത്സരം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായാലും അദ്ദേഹത്തെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു നമുക്ക് ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം വിന്നിങ് ആണ്, സമാധാനം. ഇപ്പോൾ നമ്മുടെ ടീം എടുക്കാം. DC വേഴ്സസ് SRH മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് മാച്ചസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതുവരെ നമ്മളെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വെറൈറ്റി ടീംസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ടീംസ് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. മുകേഷ് കുമാർ, കുൽദീപ് യാദവ്, ഒരു ഞാൻ പറഞ്ഞില്ലേ സ്പിന്നേഴ്സിന് ഈ ഒരു പിച്ചിൽ എടുക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ട്രിസ്റ്റൻ സബ്സ്. കഴിഞ്ഞ മത്സരം വെറുതെ ബോളിങ്ങിനെടുത്ത് വിക്കറ്റും എടുത്ത അവൻ ഒരു ഓൾറൗണ്ടറാണ്, പക്ഷേ ബാറ്റിംഗ് സെക്ഷനിലാണ് കിടക്കുന്നത്. ഋഷഭ് പന്തും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പുള്ളി ഉണ്ടല്ലോ ഫ്രാസർ, ഈ പുള്ളിയെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ജെയ്ക്ക് ഫ്രാസർ. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ DCയിൽ കുറച്ച് ബോളിംഗ് സ്ട്രെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ബോളറിനെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ബാറ്റിംഗ് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഏകദേശം നമ്മുടെ ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാപ്റ്റൻ VC ആണ് കൊടുക്കേണ്ടത്. ഒരുപാട് പേര് ക്യാപ്റ്റൻസി നമ്മുടെ ക്ലാസ്സിനൊക്കെ കൊടുക്കും. അത്യാവശ്യം ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആണ്, ബട്ട് എന്നാലും ഒരു റിസ്ക് ഓപ്ഷൻ തന്നെയാണ്. ട്രാവിസ് ഹെഡ് റീസെൻ്റ് കളിച്ച മത്സരമൊക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ ക്യാപ്റ്റന് കൊടുക്കാൻ ആരെ കൊണ്ടും പറയുന്നില്ല. വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ ക്ലാസ്സിനാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. ബിക്കോസ് വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് കൊടുക്കുന്നത്. പിന്നെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ആണ് വരുന്നത്. 1 ഡൗൺ 2 ഡൗൺ ഒക്കെ ആയിട്ട് വരുള്ളൂ. ടീമൊന്ന് നോക്കാം. നമ്മുടെ ക്ലാസ്സിന്, അതുപോലെ തന്നെ ഋഷഭ് പന്ത്, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഫ്രേസർ, അതുപോലെ തന്നെ ട്രിസ്റ്റൻ ഷബ്സ്, അതുപോലെ അസ്തർ പട്ടേൽ, ആദ്യം മാർക്കം, പാറ്റ് കുമിൻസ്, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രം കേട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ഇതുവരെ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.